ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഇന്ന് നമ്മുടെ അടുത്തുള്ളത് മാരുതി സുസുക്കി സ്വിഫ്റ്റ് ആണ്. ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ്, അതായത് AGS. ഓട്ടോമാറ്റിക് പല ടൈപ്പ് ഉണ്ട്. ഇത് AGS, ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് എന്ന് അറിയപ്പെടുന്ന ഒരു മോഡലാണ് നമ്മുടെ അടുത്ത് വന്നേക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടത്തിൽ അറൗണ്ട് 25 to 30 കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് ട്രാൻസ്മിഷൻ്റെ ഫോൾട്ട് ലൈറ്റ് ഓണായി വരും, ഇടയ്ക്ക് അത് ഓണായി വരും, ഇടയ്ക്ക് ഓഫായി പോകും. അതാണ് ഇതിൻ്റെ പ്രശ്നം. നിലവിൽ സ്റ്റാർട്ടാക്കി നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് നിലവിൽ ഫോൾട്ട് കാണിക്കുന്നില്ല, പക്ഷേ ഇതിടയ്ക്ക് ഈ ഫോൾട്ട് വന്നും പോയി നിൽക്കുന്നുണ്ട്. അപ്പം ഇതെന്താണെന്നുള്ളത് നമുക്ക് സ്കാൻ ചെയ്ത് നോക്കാം. സ്കാൻ ചെയ്യുമ്പോൾ നമുക്ക് ഈ കാണാൻ പറ്റുന്നത് P190F എന്ന് പറഞ്ഞ ഒരു കോഡാണ്. അതും ഹിസ്റ്ററിയിലാണ് കാണാൻ സാധിക്കുന്നത്. അക്യുമുലേറ്റർ ഫോൾട്ടിയാണ് കാണിക്കുന്നത്. അപ്പോൾ അക്യുമുലേറ്റർ എന്ന് പറഞ്ഞ സംഭവം ഇതിൻ്റെ ഈ ഒരു ഓട്ടോമാറ്റിക് ഗിയർ ഷിഫ്റ്റ് യൂണിറ്റിൻ്റെ ബാക്ക് സൈഡിലായിട്ട് താഴത്തായിട്ട് കാണുന്ന ഒരു സിസ്റ്റമാണ് അക്യുമുലേറ്റർ. അതിനകത്ത് ഇറ്റ്സെൽഫ് ഒരു ഫിൽറ്ററിങ് മെക്കാനിസവും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഒരു പക്ഷേ അതിന് ചോക്ക് വന്നാലൊക്കെ വരാം. അതല്ലെങ്കിൽ സമയത്ത് പീരിയഡിക്കായിട്ട് കറക്റ്റ് സമയത്ത് ഇതിൻ്റെ AGSൻ്റെ ഓയിൽ മാറാതെ, AGS ഷിഫ്റ്റിംഗ് സിസ്റ്റത്തിൻ്റെ ഓയിൽ മാറാതെ ഓടുന്ന വണ്ടികൾക്ക് പോലും ഈ കംപ്ലൈൻറ്റ് വരാറുണ്ട്. അല്ല എങ്കിൽ ഇലക്ട്രിക്കൽ ഫെയിലിയറായിട്ട് വരാൻ സാധ്യതയുണ്ട്. അപ്പം ഇതിനകത്ത് ഓയിൽ ലെവലും കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്യുമ്പോഴത്തേക്ക് ലെവലൊക്കെ ഉണ്ട്. അപ്പം എത്ര പഴക്കം ചെന്നു എന്നുള്ളത് നമുക്കറിയാൻ പറ്റത്തില്ല. ഇത് അപ്രോക്സ് ഒരു 2018-19 കാലഘട്ടങ്ങളിൽ ഇറങ്ങിയിരിക്കുന്ന ഒരു വണ്ടിയാണ്. ലെവലൊക്കെ ഇപ്പോൾ ഈ കാണുന്ന കണക്ക് കറക്റ്റാണ്. അപ്പോൾ ഒരു പക്ഷേ കണ്ടാമിനേഷൻ കാണാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ ഏതെങ്കിലും വയറിൽ കൊറോഷൻ വരികയോ റസ്റ്റ് വരികയോ ചെയ്താൽ വരാം. അല്ലെങ്കിൽ അക്യുമുലേറ്ററിന് ഉള്ളിൽ എന്തെങ്കിലും അഴുക്ക് കയറി വന്നിട്ട് സ്റ്റക്കാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസസ് വന്നു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഓട്ടോമാറ്റിക് ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് എപ്പോഴും ഒരു പേടി സ്വപ്നം എന്ന് പറഞ്ഞാൽ ഓട്ടോമാറ്റിക് ഗിയർ കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, എവിടെ കാണിക്കും, അല്ലേ, കംപ്ലൈൻറ്റ് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ സാധിക്കും എന്നുള്ളൊരു ബുദ്ധിമുട്ട് എല്ലാവർക്കും കാണും. അപ്പോൾ ഈ കാണുന്ന സംഭവമാണ് ഇതിൻ്റെ അടിഭാഗത്ത് വരുന്ന ഒരു അക്യുമുലേറ്ററിൻ്റെ ഏരിയ താഴത്തേക്കായിട്ട്. പരമാവധി ഞാൻ ശ്രമിക്കുന്നു കാണിക്കാനായിട്ട്. അപ്പം ഒരുപക്ഷെ ഇത് ചോക്കായി പോയിട്ട് ഇതിനുള്ളിൽ ഒരു ഫിൽറ്ററിങ് മെക്കാനിസം ഉണ്ട്, അതിനൊക്കെ കംപ്ലൈൻറ്റ് വന്നാലും വരാം. അപ്പോൾ എന്തായാലും നമുക്ക് ഷിഫ്റ്റിംഗ് മെക്കാനിസത്തിൻ്റെ ഒരു ഡാറ്റാസും കാര്യങ്ങളൊക്കെ നമുക്ക് എടുത്തിട്ട് അടുത്ത എന്താണ് സ്റ്റെപ്പ് എടുക്കേണ്ടതെന്ന് നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പം നിലവിൽ നമ്മൾ ജസ്റ്റ് ഒന്ന് അഡാപ്ഷൻ ചെയ്ത് നോക്കാം. എല്ലാ ഗിയർ ഷിഫ്റ്റും കറക്റ്റായിട്ട് നടക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ സ്കാൻ ടൂൾ നമ്മൾ അതിനുള്ള ഒരു ഓപ്ഷൻ എടുത്തിട്ട് ഇങ്ങനെ ഒരു വാല്യൂസ് എല്ലാം റീസെറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ നമുക്കുണ്ട്. അത് നമുക്ക് ചെയ്ത് നോക്കാം. അഡാപ്റ്റേഷൻ ചെയ്ത് നോക്കിയിട്ട് എന്തെങ്കിലും മാറ്റം ഉണ്ടോ എന്നുള്ളത്, വണ്ടി അടുത്ത സർട്ടൈൻ കിലോമീറ്റർ ഓടിച്ച് ഫോൾട്ട് വരുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കാം. ഭാഗ്യമുണ്ടെങ്കിൽ ഒരു പക്ഷേ ഈ ഒരു ഫംഗ്ഷൻ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക്, ഈ ഒരു ടെസ്റ്റ് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് വണ്ടി ഓക്കെ ആയിരിക്കും. അല്ലാത്ത പക്ഷം എന്തായാലും നമ്മൾ സെക്കൻഡ് പാർട്ടിൽ ഇതിൻ്റെ ബാക്കിയുള്ള റെക്ടിഫിക്കേഷൻ്റെ വീഡിയോ ഇടുന്നതായിരിക്കും, അപ്രൂവൽ കിട്ടിയാൽ. കാരണം AGS ഒക്കെ ആകുമ്പോഴത്തേക്ക് ചിലപ്പം പലർക്കും അപ്രൂവ് തരാനായിട്ട് ബുദ്ധിമുട്ടുണ്ടായേക്കാൻ സാധ്യതയുണ്ട്. എന്നിരുന്നാലും നമുക്ക് ഈ ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ സ്കാൻ ടൂൾ നമ്മൾ ഗൈഡ് ചെയ്യുന്നതനുസരിച്ചുള്ള നെക്സ്റ്റ് സ്റ്റെപ്പുകൾ നമ്മൾ ഓരോന്നായിട്ട് പ്രൊസീഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ പ്രൊസീഡ് ചെയ്യുമ്പോഴത്തേക്ക് ഇതിൻ്റെ ഭാഗമായിട്ട് ഇതുപോലെ ഒരു ഇൻസ്പെക്ഷനൊക്കെ വന്നിട്ട് ഓട്ടോമാറ്റിക്കലി തന്നെ എല്ലാ ഗിയറും വണ്ടി താനെ സെലക്ട് ചെയ്ത് ഷിഫ്റ്റ് ചെയ്ത് ചെക്ക് ചെയ്ത് നോക്കും, ഈസി ആയിട്ട് സംഗതി ആവുന്നുണ്ടോ എന്നുള്ളത്. ആവുന്നില്ലാത്ത പക്ഷം ഷിഫ്റ്റർ മെക്കാനിസം ആണോ അല്ലയോ എന്നുള്ള ഒരു ഫോൾട്ട് നമുക്ക് അറിയാനായിട്ട് സാധിക്കും. ഇൻ കേസ് ഇനി അത് ഷിഫ്റ്റർ മെക്കാനിസം അല്ലെങ്കിൽ ഈസി ആയിട്ട് എല്ലാ ഗിയറും ഓട്ടോമാറ്റിക്കലി ഷിഫ്റ്റ് ആവും. ഇപ്പോൾ ഞാനിത് പ്രൊസീഡ് ചെയ്തു, നമുക്ക് കാണാം ന്യൂട്രലാണ്. പക്ഷേ ഓട്ടോമാറ്റിക്കലി തന്നെ വണ്ടി ഓടാതെ തന്നെ ഈ ഒരു ട്രാൻസ്മിഷൻ കൺട്രോൾ മോഡ്യൂൾ എന്ന് പറഞ്ഞ സംഭവം ഓട്ടോമാറ്റിക്കലി തന്നെ എല്ലാ ഗിയറും തന്നെ ഇട്ട് നോക്കും. അപ്പോൾ ഈ സൗണ്ട് കേൾക്കുന്നതനുസരിച്ച് ഓരോ ഗിയേഴ്സും 2-3 തവണ ഇട്ടിട്ട് അത് ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഒരു കൺഫർമേഷൻ നമുക്ക് കിട്ടും. ഷിഫ്റ്റിംഗ് മെക്കാനിസത്തിനകത്താണോ ഇഷ്യൂ, അല്ലെങ്കിൽ ഓയിൽ കണ്ടാമിനേഷൻ ആണോ, അല്ലെങ്കിൽ അക്യൂമുലേറ്ററിനകത്ത് എന്തെങ്കിലും കണ്ടാമിനേഷൻ വന്ന് ചോക്കായി പോയിക്കുന്നതാണോ, അതോ മോഡ്യൂളിനകത്ത് എന്തെങ്കിലും ഇഷ്യൂ ആണോ എന്നുള്ളത് നമുക്ക് തിരിച്ചൊരു ഫോൾട്ട് അത് നമുക്ക് കാണിച്ചു തരും. അപ്പം ഇപ്പോൾ ഇത്രയും ഫോൾട്ട്സ് നമ്മൾ ഇത്രയും ഷിഫ്റ്റിംഗ് നമുക്ക് ഈ ഒരു ക്ലസ്റ്ററിനകത്ത് കാണാനായിട്ട് സാധിച്ചു. 1 to 5 വരെയും അല്ലെങ്കിൽ റിവേഴ്സ് വരെ, ന്യൂട്രൽ വരെയുള്ള എല്ലാ ഷിഫ്റ്റിങ്ങും ഇത് ചെയ്തു. ഇനി അടുത്ത ഓപ്ഷനിലേക്ക് ഇത് പോയി അടുത്ത ഓപ്ഷൻ നമ്മൾ സെലക്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഈ ഷിഫ്റ്റിംഗ് നടക്കുന്ന സമയത്ത് എഞ്ചിൻ റൂമിനകത്ത് എന്താ നടക്കുന്നതെന്നുള്ളൊരു സംഭവം ഞാൻ കാണിച്ചു തരാം. ഇതാണ് എഞ്ചിൻ റൂമിനകത്ത് നടക്കുന്ന ഒരു പ്രൊസീജിയർ. അപ്പം ഈ ഒരു പ്രൊസീജിയർ ചെയ്തതിന് ശേഷം നമുക്ക് രണ്ടാമത്തെ ഫോൾട്ടൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും വണ്ടി നമുക്ക് കുറച്ചധികം കിലോമീറ്റർ ഓടിച്ച് നോക്കാം, അല്ലെങ്കിൽ കസ്റ്റമറിൻ്റെ കയ്യിൽ കൊടുത്തു വിട്ട് നോക്കാം. രണ്ടാമത് ഈ സെയിം ഫോൾട്ട് വരുന്നുണ്ടെങ്കിൽ നമുക്ക് മറ്റേ പോലെ ഫർദർ ആയിട്ടുള്ള കാര്യങ്ങൾ നോക്കേണ്ടി വരും. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.